സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഭാഗമായുള്ള ഗ്രൂപ്പ് 1 മത്സരങ്ങൾ കണ്ണൂരിൽ ആരംഭിച്ചു. ഈ മാസം 27 വരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഗെയിംസിന്റെ ഭാഗമായി ഫുട്ബോൾ, തൈക്കോണ്ടോ, ബോക്സിംഗ്, ടെനിക്കോയി, റെസ്ലിംഗ്, വോളിബോൾ, ജിംനാസ്റ്റിക് എന്നീ മത്സരങ്ങൾ നടക്കും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് 2800ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. മത്സരങ്ങളുടെ ഉദ്ഘാടനം കണ്ണൂർ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേഷ് ബാബു എളയാവൂർ നിർവഹിച്ചു. ഗെയിംസ് എന്നുള്ളത് മറ്റ് കലോത്സവങ്ങളെ പോലെ തന്നെ വളരെയേറെ പ്രത്യേകതയുള്ളതും ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്നതുമായിട്ടുള്ള ഒരു വലിയ സംഭവമായി മാറിക്കഴിഞ്ഞു. സ്കൂൾ ഗെയിംസ് പ്രത്യേകിച്ചും പുതിയ കുട്ടികളിൽ, പുതിയ തലമുറയിൽ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ശാരീരികവും മാനസികവുമായ അവരുടെ വികാസാഭിവൃദ്ധിക്കുമെല്ലാം ഉതകുന്ന തരത്തിലുള്ള ഗെയിംസുകളാണ് വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം മറ്റെല്ലാത്തിനും മാതൃക എന്നതുപോലെ സ്കൂൾ ഗെയിംസും വളരെ ചിട്ടയോടെയും അടുക്കോടെയും പ്രതിബദ്ധതയോടെയുമാണ് എല്ലാ സർക്കാരുകളും നടത്തി വരാറുള്ളത്. മറ്റെല്ലാ മേഖലയിലും എന്നതുപോലെ മികച്ച പ്രതിഭകളെയാണ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരിൽ സവിശേഷമായ ജീവിത ചിട്ടയും ക്രമമായ അവരുടെ ജീവിത വളർച്ചയും സത്യം പറഞ്ഞാൽ ഈ കായിക മേഖലയിലൂടെ അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് മറച്ചുവെക്കാൻ പാടില്ലാത്ത ഒരു വസ്തുതയാണ്. ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ കെ വിനോദ് കുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ഷൈനി, RD കെ വിനോദ് കുമാർ, AD VHSC PR ഉദയകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളും ദിനേശ് അപ്പാരൽസിന്റെ ഷർട്ട് വാങ്ങിച്ചിട്ടോ? ആരെങ്കിലൊക്കെ ഫ്ലാറ്റ് ആവട്ടെ. നല്ലൊരോണം ദിനേശ് അപ്പാരൽസിനൊപ്പം.